വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് ഉൾപ്പെടുത്തിയുള്ള ധനബിൽ നിയമസഭ ഇന്ന് പാസാക്കും. സർക്കാർ നയത്തിന് വിധേയമായിട്ടേ നികുതി പരിഷ്കാരം നടപ്പാക്കൂ എന്ന വ്യവസ്ഥ കൂടി ഈ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിദേശ സംഭാവന നിയന്ത്രണ ബില്ലിനെതിരായ പ്രമേയവും നിയമസഭ പാസാക്കും. മദ്യനയം ബെക്കാഡി ഡീലെന്ന് ദേശാഭിമാനിൽ എഴുതിയ ലേഖനത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തുന്നു. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ബെക്കാഡി ഡീലിൻ്റെ വിവരങ്ങളും മറ്റു കാര്യങ്ങളും നമ്മളുമായി പങ്കുവയ്ക്കും. ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്. ഇന്നലെ ബെക്കാഡി എന്ന് പറയുന്നത് ഒറ്റ പൈസ ചെലവാക്കാതെ കോടിക്കണക്കിനുള്ള പരസ്യം ആ കമ്പനിക്ക് കിട്ടി. ഗുഡ് മോർണിംഗ് എസ് കെ. ശരിയാണ്, ബെക്കാഡി ഇപ്പോൾ ഒരു കേരളത്തിൽ എമ്പാടും ചർച്ച ചെയ്യുന്ന ഒരു ബ്രാൻഡായി മാറിയിരിക്കുന്നു. ഇതേപ്പറ്റി അറിയാത്തവർ പോലും ബെക്കാഡി എന്താണെന്ന കാര്യം അന്വേഷിച്ചോടുന്നു. അങ്ങനെ വലിയൊരു പരസ്യം അവർക്ക് ഇതോടെ ലഭിച്ചു എന്നതാണ് ഈ രാഷ്ട്രീയ വിവാദത്തിൻ്റെ മറ്റൊരു പരിണതി. നിയമസഭയിലേക്ക് വന്നാൽ ധനബിൽ ഇന്ന് നിയമസഭ ചർച്ച ചെയ്ത് പാസ്സാക്കാൻ പോവുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച തീരുമാനം ഈ ധനബില്ലിൻ്റെ ഭാഗമായി കടന്നു വരുന്നു എന്നുള്ളതാണ്. വീര്യം കുറഞ്ഞ മദ്യത്തെ 2 സ്ലാബുകളായി തിരിച്ച് 120%, 175%-ആയാണ് നികുതി കുറച്ചത്. ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു വ്യവസ്ഥ കൂടി ഈ ധനബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സർക്കാരിൻ്റെ തീരുമാനത്തിന് വിധേയമായി മാത്രമേ നികുതി പരിഷ്കാരം നടപ്പിലാക്കൂ എന്ന വ്യവസ്ഥയാണ് ധനബില്ലിൻ്റെ ഭാഗമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നേരത്തെ ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോൾ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തിയ പ്രതികരണം UDF-ന്റെ തീരുമാനത്തിന് അനുസരിച്ച് മാത്രമേ ഈ നികുതി ഇളവ് നൽകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നാണ്. ആ ഒരു പ്രഖ്യാപനത്തിൽ ആത്മാർത്ഥമുണ്ടെങ്കിൽ ഈ നികുതി ഇളവ് ധനബില്ലിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. പ്രതിപക്ഷത്തു നിന്ന് മാത്രമല്ല, KPCCയുടെ മുൻ പ്രസിഡന്റ് VM സുധീരനും സമാനമായ ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വന്ന് സർക്കാരിനെ പ്രതിരോധത്തിലാക്കി. ആ പശ്ചാത്തലത്തിലാണ് ഈ നികുതി ഇളവ് സർക്കാർ തീരുമാനത്തിന് വിധേയമായി നടപ്പിലാക്കുന്ന വ്യവസ്ഥ കൂടി ധനബില്ലിൽ ഉൾപ്പെടുത്തിയത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ധനബില്ല് നിയമസഭ ചർച്ച ചെയ്ത് പാസ്സാക്കും. ഇന്ന് നിയമസഭയിൽ മറ്റ് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. അതിലൊന്ന് ഈ വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതിക്കെതിരായ പ്രമേയമാണ്. അത് സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ഒപ്പം തന്നെ സന്നദ്ധ സംഘടനകളെയും ഒക്കെ ദോഷകരമായി ബാധിക്കുന്നതാണ്. അതിനെതിരായ പ്രമേയം ഇന്ന് നിയമസഭ പാസ്സാക്കും. ഒപ്പം തന്നെ സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി സംബന്ധിച്ച പ്രത്യേക പ്രസ്താവനയും ഇന്ന് നിയമസഭയിൽ നടക്കും. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് ആയിരിക്കും ചട്ടം 300 അനുസരിച്ചുള്ള പ്രസ്താവന നടത്തുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.